ഓപ്ഷൻ മാർക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് 100% ഗ്യാരണ്ടിയോടുകൂടി എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഞാൻ ചുമ്മാ വെറുതെ പറഞ്ഞു പോകുന്നതല്ല. കാരണം ഇത് ഓപ്ഷൻ മാർക്കറ്റിൽ നടക്കുന്ന ഒരു കാര്യം എന്നാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ മാർക്കറ്റ് അറിയാത്ത പലരുമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സെക്യൂരിറ്റീസ് ഒരു ഹയർ പ്രൈസിൽ വിറ്റുകൊണ്ട് നമുക്ക് ലാഭം ഉണ്ടാകാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഓപ്ഷൻ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റി ആരും അറിയാതെ പോരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഓപ്ഷൻ മാർക്കറ്റിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിന്ന് സംസാരിക്കാം. അതുപോലെ തന്നെ എന്താണ് ഓപ്ഷൻ മാർക്കറ്റ് എന്നും നമുക്ക് എങ്ങനെ സെക്യൂരിറ്റീസ് അതുവഴി വിൽക്കാമെന്നും നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു പ്ലാറ്റ്ഫോം, അതായത് നമുക്ക് ബ്രോക്കേഴ്സിൽ സെറോദ മാത്രമാണ് ഇന്ന് ഓപ്ഷൻ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ മാർക്കറ്റ് എന്താണെന്നും അതിലൂടെ നമുക്ക് എങ്ങനെയാണ് ഒരു ഹയർ പ്രൈസിന് നമ്മുടെ സെക്യൂരിറ്റീസ് വിൽക്കാമെന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്ഷൻ മാർക്കറ്റ് എന്താണെന്ന് പറയുന്നതിന് മുമ്പേ നമുക്ക് ഷോർട്ട് സെല്ലിംഗ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ബേസിക്കലി പലരും ഷോർട്ട് സെല്ല് ചെയ്ത് അല്ലെങ്കിൽ രാവിലെ സെക്യൂരിറ്റീസ് ആദ്യമേ സെല്ല് ചെയ്തിട്ട് പിന്നീട് വാങ്ങിക്കുമെന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പലർക്കും വ്യക്തമല്ലാത്ത പലരും ഉണ്ടെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഷോർട്ട് സെല്ലിംഗ് എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ രാവിലെ 9:30 അല്ലെങ്കിൽ 9:30 നമ്മൾ ഒരു പൊസിഷൻ 9:15 അല്ലെങ്കിൽ 9:30 നമ്മളൊരു പൊസിഷൻ ആദ്യമേ നമ്മൾ സെല്ല് ചെയ്യുവാണ് അല്ലേ. നമ്മളൊരു പൊസിഷൻ എടുക്കുന്നു, ആദ്യമേ നമ്മുടെ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 100 രൂപയുടെ വിലയുള്ള ഒരു 100 ഷെയർസ് നമ്മൾ സെല്ല് ചെയ്യുന്നു. 100 ക്വാണ്ടിറ്റീസ് നമ്മൾ ആദ്യമേ സെല്ല് ചെയ്യുന്നു അല്ലേ. ആദ്യമേ സെല്ല് ചെയ്തതിന് ശേഷം നമ്മൾ വൈകിട്ട് 3:30 മുമ്പിൽ അത് സ്ക്വയർ ഓഫ് ചെയ്യണം അല്ലേ. ആദ്യമേ സെല്ല് ചെയ്യുന്നു 100 ക്വാണ്ടിറ്റി, ആദ്യമേ സെല്ല് ചെയ്യുമ്പോൾ -100 അല്ലേ. നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു സെക്യൂരിറ്റീസാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ -100ഉം അതുപോലെ തന്നെ നമ്മളത് വാങ്ങിക്കുന്ന സമയത്ത് തിരിച്ചത് +100 ആവും അല്ലേ. 100 ക്വാണ്ടിറ്റി വിൽക്കുന്നു, 100 ക്വാണ്ടിറ്റി നമ്മൾ ഈവനിങ് ആകുമ്പോഴത്തേക്കും അത് സ്ക്വയർ ഓഫ് ചെയ്യുന്നു. അപ്പോൾ നെറ്റ് എത്രയാണ്? നെറ്റ് 0 വരും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഷോർട്ട് സെല്ലിംഗ് ട്രാൻസാക്ഷൻ മാർക്കറ്റിൽ നടക്കുന്നുള്ളത്. ഇത് ബേസിക്കലി നമ്മുടെ ഇൻട്രാഡേ പൊസിഷൻ മാത്രമേ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതായത് ഷോർട്ട് സെല്ല് ചെയ്ത് ഷോർട്ട് ഡെലിവറി എടുത്തുകൊണ്ട് നമുക്ക് കുറേ നാളത്തേക്ക് നമ്മൾ ബൈ ചെയ്ത് സെക്യൂരിറ്റി ഹോൾഡ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആദ്യമേ സെല്ല് ചെയ്ത് സെക്യൂരിറ്റി ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതാദ്യം മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന റൂളാണ്, നമ്മളൊരു സെക്യൂരിറ്റി സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ നമ്മളിത് സ്ക്വയർ ഓഫ് ചെയ്തിരിക്കണം. അതായത് ഇൻട്രാഡേ പൊസിഷൻ അനുസരിച്ച് മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ട്രേഡ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ബേസിക്കലി നമ്മൾ സെല്ല് ചെയ്യാൻ സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇടുമായിരിക്കും. ഒരു 100 ആണ് നമ്മൾ സെല്ല് ചെയ്യുന്ന പ്രൈസ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചില 105 അല്ലെങ്കിൽ 110 അതായത് മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ബൈ ഓർഡർ ചെയ്ത് സ്ക്വയർ ഓഫ് ചെയ്ത് എക്സിറ്റ് ആവുക അല്ലേ. അപ്പോൾ 5 രൂപ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന പൊസിഷൻ അനുസരിച്ച് നമുക്ക് ലോസ് ഉണ്ടാവും അല്ലേ. ഇൻ കേസ് നമുക്കൊരു സെനാരിയോ നോക്കാം. അതായത് 100 രൂപയ്ക്ക് നിങ്ങൾ വിറ്റൊരു ഷെയർ, അത് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചില്ല, എന്തോ കാരണം കൊണ്ട് നിങ്ങളത് സ്റ്റോപ്പ് ലോസ് വെച്ചില്ല. അതിനുശേഷം അത് 100 രൂപയിൽ നിന്ന് 120 എത്തിയെന്ന് വിചാരിക്കുക. അതായത് മാർക്കറ്റിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അപ്പർ സർക്യൂട്ട് 20% ആണ്. അപ്പോൾ 20% അപ്പർ സർക്യൂട്ട് അടിച്ചു എന്ന് വിചാരിക്കുക. അതായത് 100-ൽ നിന്ന് 120-ൽ എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ 100-ൽ നിന്ന് 120 എത്തിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? ഇവിടെ നിങ്ങൾക്ക് ബൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഇല്ല അല്ലേ. അതായത് 100 രൂപയിൽ നിന്ന് നിങ്ങൾ സെല്ല് ചെയ്തൊരു സെക്യൂരിറ്റിയാണ്, നിങ്ങൾക്കത് തിരിച്ച് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം 3:30-ക്കുള്ളിൽ അത് സ്ക്വയർ ഓഫ് ചെയ്തിരിക്കണം അല്ലേ. ഇന്ത്യൻ മാർക്കറ്റിലെ റൂൾ അനുസരിച്ച് അത് 3:30-ക്കുള്ളിൽ സ്ക്വയർ ഓഫ് ചെയ്തിരിക്കണം അല്ലേ. പല ബ്രോക്കേഴ്സും 3:30 വരെ കൊണ്ടുപോകത്തില്ല. ചിലർ 3:20 തന്നെ അത് ഓട്ടോ സ്ക്വയർ ഒക്കെ ചെയ്ത് പോകാറുണ്ട്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ബ്രോക്കർ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ എക്സാമ്പിളിൽ 100 രൂപയുടെ സെക്യൂരിറ്റി സെല്ല് ചെയ്യുന്നു, അതിനുശേഷം അത് അപ്പർ സർക്യൂട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആ സെക്യൂരിറ്റി വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല അല്ലേ. അപ്പോൾ 3:30 കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് ഇവിടെ പ്രശ്നം? നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കലി അത് ഷോർട്ട് ഡെലിവറി ആയിക്കഴിഞ്ഞു അല്ലേ. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അതായത് നിങ്ങൾ 100 രൂപയ്ക്ക് സെല്ല് ചെയ്തൊരു സെക്യൂരിറ്റിയാണ്, അത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് നിങ്ങൾക്ക് ഷോർട്ട് ഡെലിവറി ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. കാരണം നിങ്ങളത് വാങ്ങിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഇല്ല അല്ലേ. എല്ലാവരും ബൈ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അവിടെ നമ്മൾ അപ്പർ സർക്യൂട്ട് അടിക്കുക, അല്ലെങ്കിൽ അവിടെ സെല്ലേഴ്സ് ഇല്ലാത്തൊരവസ്ഥ അല്ലേ. അപ്പോൾ ആ സെല്ലേഴ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരിച്ച് വാങ്ങിച്ച് സ്ക്വയർ ഓഫ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഷോർട്ട് ഡെലിവറി എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ നേരെ ഓപ്ഷൻ മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. വലിയ പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ മാർക്കറ്റിൽ വരുന്ന സെക്യൂരിറ്റീസ് മെയിൻലി എക്സ്ചേഞ്ചാണ് നമുക്ക് വേണ്ടി ഇത് വാങ്ങിച്ച് സ്ക്വയർ ഓഫ് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ടാവുക.
പക്ഷേ ഇപ്പോൾ സെറോദയിൽ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്, ഓപ്ഷൻ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സെറോദ ആപ്ലിക്കേഷനകത്ത് സെറോദയിൽ നമുക്ക് ബിഡ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ബിഡ്സിൻ്റെ ഓഫർ നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ, ഏതൊക്കെ സെക്യൂരിറ്റീസ് നമുക്ക് വിൽക്കാൻ പറ്റും എന്നുള്ള ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ കാണാനാണ് എല്ലാവരും വന്നത് അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ഓപ്ഷൻ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഷോർട്ട് ഡെലിവറി ആയി അല്ലേ. ഷോർട്ട് ഡെലിവറി ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? ഷോർട്ട് ഡെലിവറി ആയിക്കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് തന്നെ അത് ക്ലോസ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ പിറ്റേ ദിവസം ഓപ്ഷൻ മാർക്കറ്റിൽ ഈ ഒരു പൊസിഷൻ വരും. അതായത് ഓപ്ഷൻ മാർക്കറ്റിൽ സ്ക്വയർ ഓഫ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സെല്ല് ചെയ്ത ആൾക്കാർക്ക് വലിയൊരു ഹ്യൂജ് ലോസ് വരും അല്ലേ. അപ്പോൾ അവർക്ക് എന്തായാലും സ്ക്വയർ ഓഫ് ചെയ്തേ പറ്റൂ. അപ്പോൾ നമുക്കിവിടെ ബിഡ് ചെയ്യാനായിട്ട് പറ്റും. ഓപ്ഷൻ മാർക്കറ്റിൽ നിങ്ങൾ സെറോദയിലോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ബിഡിൻ്റെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതായത് ബിഡ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ സെക്യൂരിറ്റീസ് കാണാൻ പറ്റുന്നത്. അതായത് നമുക്ക് ആദ്യം സെല്ല് ചെയ്ത ആൾക്കാർക്ക് നമുക്ക് വിൽക്കുന്ന ഒരു ഓപ്ഷനാണ് ഇത്. ഡയറക്റ്റ്ലി എക്സ്ചേഞ്ച് ആണ് വാങ്ങിച്ചിട്ട് സ്ക്വയർ ഓഫ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് ഓപ്ഷൻ മാർക്കറ്റ് ബേസിക്കലി വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക അല്ലേ. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്, ഓപ്ഷൻ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെന്ന് പറഞ്ഞാൽ 2 മണി തൊട്ടാണ്. 2 മണിക്ക് ഓപ്പൺ ആവുകയും അത് അരമണിക്കൂർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ 2 മണി തൊട്ട് 2:30 വരെയാണ് ഓപ്ഷൻ മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് നടത്താനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. ഇനി നമ്മൾ ഈ സെക്യൂരിറ്റീസ് നമ്മൾ സെറോദ പ്ലാറ്റ്ഫോമിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കത് സെല്ല് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് ഓർഡർ മാത്രമേ ഇടാനായിട്ട് പറ്റത്തുള്ളൂ. ലിമിറ്റ് ഓർഡർ ഇട്ടുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രൈസ് നമുക്ക് ബിഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബിഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല പ്രൈസിന് തന്നെ ബിഡ് ചെയ്യുക. കാരണം ഏറ്റവും ബെസ്റ്റ് പ്രൈസിനായിരിക്കും എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രോഫിറ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് ബിഡ് ചെയ്യണം. പക്ഷേ അത് നമ്മുടെ നമ്മുടെ ഓർഡർ വാങ്ങിക്കാനുള്ള ചാൻസ് കുറയും. അപ്പോൾ അതനുസരിച്ച് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിന് നമുക്ക് ബിഡ് ചെയ്യുമ്പോൾ കാണാനായിട്ട് പറ്റും. ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിന് തന്നെ നമ്മൾ ബിഡ് ചെയ്യേണ്ട ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഹോൾഡിങ്സിലുള്ള സെക്യൂരിറ്റീസിന് മേൽ മാത്രമേ പറ്റത്തുള്ളൂ. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ T+1 സെറ്റിൽമെൻറ്റ് നമുക്ക് പല സെക്യൂരിറ്റീസും T+1 സെറ്റിൽമെൻറ്റ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ T+1 സെറ്റിൽമെൻറ്റ് അനുസരിച്ച് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഉള്ള സെക്യൂരിറ്റി മാത്രമേ നമുക്ക് ഈ ഓപ്ഷൻ മാർക്കറ്റ് വഴി നമുക്ക് സെല്ല് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനുള്ളൂ. ഓക്കെ, അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക. ഇത് നമുക്ക് കറക്റ്റായിട്ട് ബിഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ചില സെക്യൂരിറ്റിക്ക് അപ്പർ സർക്യൂട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അത് ഓപ്പൺ ആവുന്ന സമയത്ത് നമുക്ക് 20% വരെ നമുക്ക് ബിഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് അപ്പർ സർക്യൂട്ട് അടിച്ചു കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ ഞാൻ 120ൻ്റെ കേസ് കണ്ടു. നമ്മൾ 120ൻ്റെ കേസ് അല്ലേ, 120 ഇന്നലെ എക്സിക്യൂട്ട് ചെയ്തില്ല. 120 രൂപയ്ക്ക് അപ്പർ സർക്യൂട്ട് അടിച്ചത് കൊണ്ട് തന്നെ അത് സെല്ല് ചെയ്ത ആൾക്ക് തിരിച്ച് വാങ്ങിക്കാനായിട്ട് പറ്റിയില്ല അല്ലേ. ഇനി നമുക്ക് 20% കൂട്ടി നമുക്ക് 140 ആ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യാം, നമുക്ക് മാക്സിമം ബിഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% ആണ്. അത് അപ്പർ സർക്യൂട്ട് ലിമിറ്റ് അനുസരിച്ച് നമുക്ക് ബിഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതിലൂടെ നമുക്ക് എന്താണ്, നമുക്കൊരു റിസ്ക് ഇല്ലാതെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെയാണ് ഓപ്ഷൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. സെറോദയിൽ മാത്രമാണ് ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെറോദയിൽ അക്കൗണ്ട് തുടങ്ങാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അതിൽ കയറി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.